ന്യൂസ് ബ്യൂറോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നൈനിക പ്രസാദ്, ഫാത്തിമത്ത് സഹല. ഗവൺമെന്റ് യു.പി. സ്കൂൾ അടക്കത്ത് ബൽ 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ജൂൺ 2 തിങ്കളാഴ്ച വളരെ വിപുലമായി ആഘോഷിച്ചു. പുതുതായി പ്രവേശനം നേടിയ കുട്ടികളെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി വിദ്യാലയത്തിലേക്ക് ആനയിച്ചു. ബഹുമാനപ്പെട്ട എച്ച്.എം. യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഉടുപ്പി ഗാർഡൻ ആൻഡ് റെസ്റ്റോറന്റ് മാനേജർ ശ്രീറാം പ്രസാദ് വിശിഷ്ടാതിഥിയായ ചടങ്ങ് വാർഡ് കൗൺസിലർ ശ്രീമതി അശ്വിനി ജി നായക് ഉദ്ഘാടനം ചെയ്തു. ശ്രീമതി ഹേമലത ഷെട്ടി, BRC കോർഡിനേറ്റർ ശ്രീമതി നൈസ്ലി, MPTA പ്രസിഡന്റ് ശ്രീമതി സവിത എന്നിവർ ആശംസകൾ അർപ്പിച്ചു. പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SRG കൺവീനർ ചടങ്ങിന് നന്ദി പറഞ്ഞു. ഉടുപ്പി റെസ്റ്റോറന്റിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും മധുര പലഹാരം നൽകി. തുടർന്ന് പായസ വിതരണവും നടത്തി. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി 3/6/2025 ചൊവ്വാഴ്ച ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ നിർമ്മാണം സംഘടിപ്പിച്ചു. നല്ല ശീലങ്ങൾ ജീവിതഭാഗമാക്കുന്നതിന്റെ മേന്മകളെപ്പറ്റി അധ്യാപകർ കുട്ടികളോട് സംസാരിച്ചു. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി 4/6/2025 ബുധനാഴ്ച റോഡ് സുരക്ഷ, ട്രാഫിക് നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ട്രാഫിക് പോലീസ് SI ശ്രീ സുധാകരൻ, SI ശ്രീ പ്രസാദ് എന്നിവർ വിഷയത്തെപ്പറ്റി കുട്ടികളോട് സംസാരിച്ചു. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം വളരെ വിപുലമായ രീതിയിൽ GUPS അടക്കത്ത് ബോയ്സ് സ്കൂളിൽ നടന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വക 10ഓളം വൃക്ഷത്തൈകൾ സ്കൂളിന് സമ്മാനിച്ചു. ULCC പ്രൊജക്ട് മാനേജർ ശ്രീ M. നാരായണൻ വൃക്ഷത്തൈ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക ശ്രീമതി സീമ സുവർണ, BRC കോർഡിനേറ്റർ ശ്രീമതി നൈസ്ലി, ULCC സോഫ്റ്റ് ഓഫീസർ ശ്രീ രഞ്ജിത്ത്, സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി റോഷ്നി, SRG കൺവീനർ അബ്ദുൽ ഗഫൂർ, എക്കോ ക്ലബ് കൺവീനർ റിജിന എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ അങ്കണത്തിലും തൊടിയിലും കുട്ടികൾ കൊണ്ടുവന്ന തൈകൾ നട്ടു. പ്രകൃതിയുടെ കാവലായി സ്വയം മാറുമെന്ന് ഓരോ കുട്ടിയും ഈ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്തു. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി കളിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന ശീലങ്ങളെപ്പറ്റിയും അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. മാനസികാരോഗ്യത്തിന് വ്യായാമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി സ്കൂളിൽ കുട്ടികൾക്കായി 9/6/2025 തിങ്കളാഴ്ച മാസ് ഡ്രിൽ സംഘടിപ്പിച്ചു. ഡിജിറ്റൽ ഉപകരണങ്ങൾ, സാങ്കേതിക വിദ്യ, ഇന്റർനെറ്റ് എന്നിവയുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കേണ്ട ആവശ്യകത മുന്നിൽ കണ്ട് കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ഡിജിറ്റൽ അച്ചടക്കത്തിന്റെ ബോധവൽക്കരണം നടത്തി അടക്കത്ത് ബൽ സ്കൂളിലെ അധ്യാപകർ. അസംബ്ലിയിൽ സ്കിറ്റ് അവതരിപ്പിച്ചുകൊണ്ടാണ് അധ്യാപകർ കുട്ടികളിൽ ആശയബോധവൽക്കരണം നടത്തിയത്. GUPS അടക്കത്ത് ബയൽ HM ഇൻചാർജ് ഭാരതി ടീച്ചർ HM പ്രൊമോഷനായി GUPS കാസർഗോഡ് ജൂൺ 2 ജോലിയിൽ പ്രവേശിച്ചു. നീണ്ട 13 വർഷത്തെ ഈ സ്കൂളിലെ സേവനത്തിനു ശേഷമാണ് ടീച്ചർ മറ്റൊരു സ്കൂളിലെ HM-ആയി സ്ഥാനമേൽക്കുന്നത്. ടീച്ചർക്കുള്ള യാത്രയയപ്പ് 12/6/2025 4 മണിക്ക് വിദ്യാലയാങ്കണത്തിൽ നടന്നു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ലൈബ്രറി കൗൺസിലിന്റെയും നേതൃത്വത്തിൽ സ്കൂളിൽ ജൂൺ 19 മുതൽ ജൂൺ 25 വരെ വായനാവാരം ആചരിക്കാൻ തീരുമാനിച്ചു. വായനാവാരത്തിന്റെ 1ാം ദിനമായ ജൂൺ 19 വൈകിട്ട് 3 മണിക്ക് പരിപാടി ശ്രീമതി ബ്രഹ്മരാംബിക ഉദ്ഘാടനം ചെയ്തു. വായനാ ദിന സന്ദേശം കുട്ടികളിലേക്ക് എത്തിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി സീമ സുവർണ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സീനിയർ അസിസ്റ്റന്റ് റോഷ്നി ടീച്ചർ, വിദ്യാരംഗം കൺവീനർ രഞ്ജിത ടീച്ചർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ലൈബ്രറി ഇൻചാർജ് ആരിഫ ടീച്ചർ ചടങ്ങിന് നന്ദി അറിയിച്ചു. തുടർന്ന് PN പണിക്കർ അനുസ്മരണം, പുസ്തക പ്രദർശനം എന്നിവ നടന്നു. 25/6/2025 ബുധനാഴ്ച GUPS അടക്കത്ത് ബയൽ സ്കൂളിൽ വെച്ച് 2025-26 അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനവും വായനാ പക്ഷാചരണ സമാപന സമ്മേളനവും നടന്നു. പ്രസ്തുത ചടങ്ങ് ബഹുമാനപ്പെട്ട ശ്രീ സിദ്ധാർത്ഥ് മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രധാനാധ്യാപിക ശ്രീമതി സീമ സുവർണ ടീച്ചർ
ചടങ്ങിൽ അധ്യക്ഷയായി. വിദ്യാരംഗം കൺവീനർ ശ്രീമതി രഞ്ജിത ടീച്ചർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി റോഷ്നി ടീച്ചർ, LP SRG കൺവീനർ ശ്രീമതി ശ്രീലത ടീച്ചർ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളുടെ സൃഷ്ടികൾ അടങ്ങിയ പതിപ്പ് പ്രകാശനം ചെയ്തു. SRG കൺവീനർ ശ്രീ അബ്ദുൽ ഗഫൂർ മാഷ് നന്ദി പറഞ്ഞു. 26/6/2025 ലോക ലഹരി വിരുദ്ധ ദിനാചരണം ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ നടത്തി. രാവിലെ 10 മണിക്ക് സ്കൂൾ അസംബ്ലി വിളിച്ചു. കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു. HMന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി SRG കൺവീനർ ശ്രീ ഗഫൂർ സാദ് സ്വാഗതം പ്രഭാഷണം നടത്തി. കാസർഗോഡ് ജില്ലാ ഹോസ്പിറ്റലിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ രാധാകൃഷ്ണൻ സാർ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന മാനസിക സാമൂഹിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദമായ ക്ലാസ് തന്നെ കുട്ടികൾക്ക് നൽകി. BRC കോർഡിനേറ്റർ നൈസ്ലി ടീച്ചർ ആശംസ അർപ്പിച്ചു. അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ച് ലഹരി വിരുദ്ധ റാലി നടത്തി. ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണ മത്സരവും നടന്നു. കൂടാതെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉതകുന്ന സൂംബ പരിശീലനവും നൽകി. അന്താരാഷ്ട്ര യോഗാ ദിന അനുബന്ധ പരിപാടികൾ 20/6/25 വെള്ളിയാഴ്ച GUPS അടുക്കത്ത് ബയലിൽ നടന്നു. സ്കൂൾ HM ശ്രീമതി സീമ സുവർണ ടീച്ചറുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അനീഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പ്രശസ്ത യോഗ ഇൻസ്ട്രക്ടർ ശ്രീ പുരുഷോത്തമൻ സാർ ഉദ്ഘാടനം നിർവഹിച്ചു. സാറിൻ്റെ നേതൃത്വത്തിൽ 6 ക്ലാസ്സിലെ മയൂഖ് കുട്ടികൾക്ക് മുൻപിൽ യോഗ പ്രകടനം നടത്തി. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സാർ ക്ലാസ് എടുത്തു. സ്റ്റേറ്റ് യോഗ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച മയൂഖിനെ പ്രസ്തുത ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീനിവാസൻ സാർ പരിപാടിക്ക് ആശംസ അർപ്പിച്ചു സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് റോഷ്നി ടീച്ചർ നന്ദി പ്രഭാഷണം നടത്തി. 2025-26 അധ്യയന വർഷത്തെ ആദ്യ CPTA യോഗം ജൂൺ 27 നടന്നു. ജൂൺ 30 തിങ്കളാഴ്ച 1 മുതൽ 7 ക്ലാസ് വരെ ക്ലാസ് ലീഡർ തിരഞ്ഞെടുപ്പ് നടന്നു. ഓരോ ക്ലാസ്സിലും ക്ലാസ് ലീഡറെയും സെക്കൻഡ് ലീഡറെയും തിരഞ്ഞെടുത്തു. GUPS അടുക്കത്ത് ബയലിൻ്റെ പുതിയ സാരഥിയായി ശ്രീമതി സീമ സുവർണ സ്ഥാനമേറ്റു. പുതിയ HMന് ന്യൂസ് ബ്യൂറോയുടെ ആശംസകൾ. വാർത്തകൾ തുടരും. കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും കാണാം. ന്യൂസ് ബ്യൂറോ GUPS അടുക്കത്ത് ബയൽ.